ഗൈസ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. വരവേ കാണിക്കാം. ഇതിപ്പോൾ തേങ്ങാക്കുത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കിട്ട് ഞാൻ 2 ചുമന്നുള്ളിയും കൂടെ അരിഞ്ഞിടാൻ പോകുന്നു ഗൈസ്. നെയ്യപ്പത്തിൽ ഇവിടെ നമ്മുടെ പനം ശർക്കരയായിരിക്കുന്നത്, പനം കൽക്കണ്ടെന്നൊക്കെ പറയും, അത് വെച്ചാണ് ചെയ്യുന്നത്. മറ്റേ ശർക്കര നമ്മൾ സാധാരണ നെയ്യപ്പത്തിന് അടിക്കുന്ന ശർക്കര ഇല്ല ഗൈസ്. ഇത് ഇച്ചിരി നെയ്യും കൂടെ ഒക്കെ ചേർക്കും. അത് വഴിയേ കാണിക്കാം. ഇത് ആദ്യം ചൂടാവട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ പനം ശർക്കരയോ പനം കൽക്കണ്ടോ കണ്ട് ഇവിടെ പോയി മേടിച്ചത്. ഇവിടെ തെന്മലയിൽ പോയപ്പോഴേ അവിടെ നിന്ന് മേടിച്ചതാണ് ഗൈസ്. ഇടുക്കി എടുക്കട്ടെ ഗൈസ്. നമുക്കതിൻ്റെ കൂടെ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടാം. ഒറിജിനൽ പഞ്ചസാരയില്ലേ, അത് പിന്നീട് ഇട്ട് ഇളക്കാൻ നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല മധുരമൊക്കെയാണ്. കാപ്പി ഇടുമ്പോൾ ഇടുന്നത് ഇച്ചിരി മധുരം നല്ല രീതിയിൽ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ നല്ല ബ്ലാക്ക് കളറും ആവും. സെറ്റാക്കി ഇതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ചില കൊച്ചി ജീരകം ഇടും. കാരണം പക്ഷേ ഞാനത് ഈ കൊച്ചി ജീരകവും വലിയ ജീരകവും കൂടെ ഇട്ട് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. ഇച്ചിരി എന്തെങ്കിലും നുള്ളി ഇടും. ഇത് സെറ്റാവട്ടെ ഗൈസ്. ഇതുമൊക്കെ സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് മൈദ എടുത്ത് നോക്കട്ടെ ഗൈസ്. ഇതിന് ഒരു ടീ ഗ്ലാസ്സാണ് മൈദയാണ് എടുത്തേക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ 1 പിഞ്ച് സോഡാപ്പൊടി, പിന്നെ നമുക്ക് ഇച്ചിരി റാഗിയുടെ പൊടിയും കൂടി ഇടാം. ഇത്രയേ ഇടത്തുള്ളൂ, തോനെ ഇടണ്ട, ഇത്രയും ഇടാം. നല്ലതാണ്. എന്നിട്ട് മിക്സാക്കാം. ഇത് കണ്ടോ, ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇതെടുത്തങ്ങോട്ട് ഓക്കെ. അതിനകത്തിട്ട് അലൂമിനിയം പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് മൊരിഞ്ഞു പോകും ഗൈസ്. തേങ്ങയൊക്കെ മൊരിഞ്ഞ് ചുള്ളി പോലെ ആയിപ്പോവും. ഇതിപ്പോൾ തിളയ്ക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ, നെയ്യ് കട്ടിയായിരിക്കുമോ, ഇളക്കിയെടുക്കാം ഗൈസ്. നെയ്യും കൂടെ ഇടാം. ഇപ്പോൾ തീ കത്തിച്ചിട്ടില്ല, കത്തിക്കാം. ഇനിയിപ്പോൾ പറ്റൂല. കൊച്ചു ജീരകവും വലിയ ജീരകവും കൂടെ അങ്ങ് പൊടിച്ചതിടാം. ശകലം മതി. ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ആ പനം ശർക്കര വെള്ളം തിളപ്പിച്ച് അരിച്ചതാണ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കണം. നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഒറ്റക്കൈ വെച്ച് പറ്റില്ല, ക്യാമറ പിടിച്ചിട്ടേ. അപ്പോൾ 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം ഗൈസ്. ഇപ്പം ഫുള്ള് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം പ്രാർത്ഥനയുടെ സമയം, അതാണ് ഞാൻ പതുക്കെ പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഞാൻ വന്നിന്ന് ഈ പണി കാണിക്കുമ്പോൾ പിന്നെ എന്നെ വിടത്തില്ല വെറുതെ. മിക്സ് ചെയ്തിട്ട് നല്ലോണേ ഗൈസ്. എണ്ണയൊക്കെ ഇങ്ങനെ പൊന്തിയില്ല, നല്ല തിളച്ച് കിടക്കുവാണ് ഗൈസ്. ഞാൻ ഇച്ചിരി റാഗിപ്പൊടി ആദ്യമായിട്ടാണ് ഞാൻ ഈ നെയ്യപ്പത്തിന് ചേർക്കുന്നത്. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞാൻ നല്ല ആവി വരുന്നുണ്ട് എണ്ണയ്ക്ക്. ഇച്ചിരി ഒഴിക്കട്ടെ. അയ്യട നമ്മൾ വിചാരിച്ച പോലെ അല്ലട. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഗൈസ്. പഴം പോലെ ഇരിക്കുന്നു. എണ്ണ കുടിക്കും. ഞാൻ കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്തിട്ട് ഗൈസ്. സംഭവമൊക്കെ ഓക്കെ, ബട്ട്
ഒരു ഫ്ലഫി ആയിട്ടിരിക്കുന്നു. വേണ്ട രൂപം കണ്ടോ, സോഫ്റ്റ് ആയിപ്പോയി, വളരെ സോഫ്റ്റ്. അപ്പം ഞാൻ ഇച്ചിരി മൈദയും കൂടെ എടുത്തിട്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആവട്ടെ. കൺസിസ്റ്റൻസി ഗൈസ്, ഇത് ഇച്ചിരി കട്ടിയാക്കി ഞാൻ. ഇത് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്യാം, മാറ്റി വെക്കട്ടെ. ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഒഴിക്കാം. അതെനിക്ക് തോന്നുന്നു അതും അങ്ങനെ അങ്ങ് വിണ്ട് വരും. ചിലപ്പോൾ ഇനി നമുക്ക് മറ്റേ റാഗി ചേർത്തിട്ടാണോ എന്ന് അറിയത്തില്ല ഗൈസ്, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. എനിവേ, ഓ ബേക്കിംഗ് സോഡ കൂടി കാണുമെന്നു ഗൈസ്, അതാവാൻ ഈ ചാൻസ് ഉള്ളു, വേറെ ഒന്നുമില്ല. ഡസൻ മാറ്റർ, നോ പ്രോബ്ലം. പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം ഗൈസ്. പ്രയർ ടൈം. അതാ പ്രാർത്ഥന എല്ലാം കൂടെ ഉണ്ടോ. കൂടുതൽ ഞാൻ നിങ്ങളെ ഇതിങ്ങനെ അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇതല്ലേ കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഞാൻ എന്തോ ചെയ്ത് കൂട്ടുന്നത് വിചാരിക്കുന്നു നിങ്ങൾ. കണ്ടാ തിരിച്ചിട്ട് ഇനി കുഴപ്പമില്ല, നമുക്ക് ചുട്ടെടുക്കാം. ഷേപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ഭയങ്കര ചൂടാണ്, ഞാൻ പിന്നെ കൈ വെച്ചെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല ഇപ്പം. കണ്ടോ ഷേപ്പില്ല, പക്ഷേ ഷേപ്പിനൊരു ഗ്ലാസ്സൊക്കെ എടുത്ത്, ഒരു ടീ ഗ്ലാസ് എടുത്തിട്ടേ അതിലോട്ട് കുറച്ച് മാവ് അങ്ങോട്ട് ഒഴിച്ചാൽ അത് കറക്റ്റായിട്ട് വന്ന് അപ്പം ചെമ്പിനകത്ത് എണ്ണയിലോട്ട് വീഴും. ഇതിങ്ങനെ വെക്കുന്നത് എന്താണെന്നറിയും, ഇവിടവും കൂടെ അങ്ങ് വെന്ത് കിട്ടും, നല്ല തിളച്ച എണ്ണയില്ലേ, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത് ചുട്ടിട്ട് കാണിക്കാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് നെയ്യപ്പം കണ്ടോ, ആകൃതി മാറിയേ. ആകൃതി മാറി വികൃതി മാറിയെങ്കിലും ഭയങ്കര ടേസ്റ്റായിരിക്കും. വാവ്, നല്ലോണം ആരൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചതിൻ്റെ കുഴപ്പമായിരിക്കും. നല്ല ടേസ്റ്റുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അടുത്ത് ഒഴിച്ചിട്ട് കാണിക്കേണ്ടത് ഇവിടെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല മണം. 2 നെയ്യപ്പായും ആദ്യത്തേത് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് നമുക്ക് പോരാം. മതി, കൊച്ചി നെയ്യപ്പം മതി. ഷേപ്പായിട്ടാക്കി എടുക്കാൻ കഴിയും. ഗ്ലാസ് വേണം, ഒരു പ്രശ്നവുമില്ല. അതാണ്ടോ നല്ല ടേസ്റ്റ്, വെളിച്ചെണ്ണയുടെ നല്ല മണം. 3ാമത്തെ നെയ്യപ്പം എടുത്ത് ഗൈസ്. ഇനി നമ്മൾ 4ാമത്തെ നെയ്യപ്പം ഒഴിക്കുന്നതായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ഷേപ്പ് കിട്ടാത്തത്, മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ഷേപ്പ് പോയാലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ശുദ്ധമായ നല്ല തേങ്ങയും ജീരകവും നല്ല കൗഖിയും ഒക്കെ ചേർത്ത്, കൊച്ചു ജീരകമൊക്കെ കഴുകി പൊടിച്ച് അതൊക്കെ ഇട്ട് നമ്മളെ പനം ശർക്കരയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗൈസ്, സൂപ്പറായിട്ട് നമുക്ക് കഴിച്ചുകൂടെ. ഷേപ്പിനകത്തൊന്നും ഒരിതുമില്ല, ഗുണവും ഹൈജീനായിട്ട് കഴിക്കാം ഗൈസ്. 4 എണ്ണം
അഞ്ചാമത്തേത് പൊക്കട്ടെ ഗൈസ്. തീ നമ്മൾ കൂട്ടി വെച്ച് വേണം ഇത് എടുക്കാനും ഇടുന്ന നേരത്തും അല്ലെങ്കിൽ എണ്ണ നന്ന കുടിച്ച് കളയും ഗൈസ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നെയ്യപ്പുണ്ടാക്കി അടുത്തത് ഇരിക്കുമോ ഗൈസ്, കണ്ടോ സൂപ്പർ. ഞങ്ങൾ കടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ റാഗിയൊക്കെ ഇട്ടത് കൊണ്ടേ അതിൽ ആ പനങ്കൽക്കണ്ടിൻ്റെ ആയതുകൊണ്ട് ഒരു ക്രിസ്പിനെസ് കാണും ഗൈസ്. ഗൈസ് ഞാൻ തരത്തിട്ടു കുറേ അങ്ങ് തിന്നു ഗൈസ് കേട്ടോ. ഒത്തിരി നെയ്യപ്പം തിന്നു. ഇത് പുതിയത് ആദ്യം ചുട്ട തിന്നു തീർത്തു. അപ്പോൾ ഗൈസ് ബൈ 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 ബൈ.